शंभो महादेव शंभो शिव सांब सदाशिव पालय मां शंकर शेखर पार्वतीश्वर चंद्रकलाधर पालय मां शंभो महादेव शंभो शिव सांब सदाशिव पालय मां शंकर शेखर पार्वती वल्लभ चंद्रकलाधर पालय मां शंभो महादेव शंभो शिव गंगाधराधरा पाहि हर हर देवा महादेव शंभो पालनं चेयणे देवदेवा शंभो महादेव शंभो शिव सांब सदाशिव पालय मां शंकर शेखर पार्वती वल्लभ चंद्रकलाधर पालय मां शंभो महादेव शंभो शिव राजाधिराजेश्वरा पाहि मां भूदेश्वरा भूतनाथा महामय शङ्कय गणे सांब शिवा शंभो महादेव शंभो शिव सांब सदाशिव पालय मां शंकर शेखर पार्वती वल्लभ चंद्रकलाधर पालय मां शंभो महादेव शंभो शिव राजाधिराजेश्वरा पाहि मां भूदेश्वरा भूतनाथा महामय शङ्कय गणे सांब शिवा शंभो महादेव शंभो शिव सांब सदाशिव पालय मां शंकर शेखर पार्वती वल्लभ चंद्रकलाधर पालय मां शंभो महादेव शंभो शिव नागराजा नडराजा नमो मङ्गलरूपाय श्रेयस्करी शिव आदिव्यनामं स्तुतिचिडुन्ने शंभो महादेव शंभो शिव सांब सदाशिव पालय मां शंकर शेखर पार्वती वल्लभ चंद्रकलाधर पालय मां शंभो महादेव शंभो शिव कैलासनाथा शिवाय नमो पार्वती वल्लभा कात्तुरक्षिक्कणे कालक्केडन्ने वलच्चिडुम्बोळ शंभो महादेव शंभो शिव सांब सदाशिव पालय मां शंकर शेखर पार्वती वल्लभ चंद्रकलाधर पालय मां गणेश कुमारा तादा नमो कार्तिकेयन तन्रे तादा नमो करुणाकरा नमो कल्याण रूपा
കൈയൊഴിഞ്ഞിടല്ലേ എന്നെ ഈശ. शम्भो महादेव शम्भो शिव साम्ब सदा शिव पालय मां शङ्करा शेखरा पार्वती वल्लभ चन्द्रकलाधरा पालय मां. ക്ഷിപ്രപ്രസാദിയാണെങ്കിലും നീ ദൈത്യരിൽ നിന്നല്ലോ രക്ഷ നൽകി. ദേവകൾ മാനവർക്കൊക്കെയും നീ രക്ഷകൻ എന്നുമേ ദേവദേവ.
തന്നിരിക്കുന്ന ഭാഗ്യം എൻ്റെ സമാധാനമായിട്ട് നിരാശാധാരമായിട്ട് വൈറ്റാറ്റ് കൊത്തിയിരിക്കുന്നതായ കനി തന്നെയാണല്ലോ. അല്ലേ എങ്ങനെ തെക്കിലടോൻ വൈറ്റാറ്റ് കൊത്തിയിരിക്കുന്നതായ അനുഭവം തന്നെയാണല്ലോ. അല്ലെ വിശ്വസിക്കാവോ? അല്ലെ വിശ്വസിക്കാലോ? അല്ലെ വിശ്വസിക്കാൻ ചതിച്ചവരോട്ടും വിശ്വസിക്കാതായ ദേവന്മാർ തന്നെ എൻ്റെ നിൽക്കാറും ഞാനും അല്ലെ തെക്കിലടോൻ അല്ലെ തെക്കിലടോൻ അങ്ങനെ നിങ്ങൾ വന്നിരിക്കുന്നതായ ആശിച്ചതായ കാര്യങ്ങളാ അല്ലെ തുടർച്ചയായ ചാവറ കഴിയുന്നിരിക്കുന്നതായ ഈ കലിയുഗത്തിനകത്ത് നിങ്ങളാലാണല്ലോ അല്ലെ കാണാൻ വന്നിരിക്കുന്ന വിമാനങ്ങള് ഇവരിലാണല്ലോ സാധിച്ചത്. അതിനായിട്ടൊക്കെ വേണം അവർക്കെല്ലാം ഒക്കദാനം അഭിമാനം ഒഴിച്ചിരിക്കുന്നതായ ദേവന്മാർ തന്നെ എൻ്റെ വയനാടും ചേർന്നിരിക്കുന്ന അനുഭവത്തികള് അല്ലെ ഒരു ഒരു അമ്മയുടെ മക്കളായിട്ട് അല്ലെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അനേകം കഠിന പ്രയത്നങ്ങൾ ചെയ്യണമല്ലോ. അല്ലെ ആവട്ടെ ഇതിനകത്ത് എട്ടിൽ അഭിനയിക്കുന്നതായ ഒന്നോളം കരുക്കൾ തന്നെയാണല്ലോ. അല്ലെ എൻ്റെതായ കടാക്ഷം തന്നെ അല്ലെ ഭക്തിയെങ്കിൽ അന്ന് ഒരു ഭവനത്തിന് മഹോത്സവത്തിന് അല്ലെ അങ്ങനെ വൈശാഖ കൊത്തിയിരിക്കുന്നതായ അഭിമാനം കുറയാതൊക്കെ വേണം അല്ലെ എൻ്റെ നായനാരും വിശാരും ഞാനും അഭിമാനം പൊഴിച്ചിരിക്കുന്നതായ ദേവന്മാർ തന്നെയാണല്ലോ. അല്ലെ താടി പോയ കത്തി കണ്ടം കുറഞ്ഞവില്ലേ പഴച്ചു വെച്ചല പൊട്ടം തമ്പി അല്ലെ കണ്ടാൽ ഇമ്പമില്ലാത്തതായ ദേവന്മാർ തന്നെ അല്ലെ അങ്ങനെ കുളമങ്ങളാണെന്നോടി നോക്കുന്നു. ഭാഗ്യം തന്നെയാണല്ലോ എൻ്റെ ലക്കര കനീരാശാധാരമായിട്ട് അല്ലെ ഈ മണ്ണിനകത്ത് അല്ലെ അത് തന്നെയാണല്ലോ ചരണു. അഭിമാനത്തിങ്ങളൊക്കെ വേണം അല്പമായിരിക്കുന്ന കുഞ്ഞുകുട്ടി കാണുക തന്നെ എങ്കിലും 1000 വട്ട നാട്ടിനകത്ത് വലുതായിരിക്കുന്ന പണം തന്നെയാണല്ലോ. ഇവിടെ മുന്നൂറിൽ നിന്നിരിക്കുന്ന വിമാനങ്ങൾ അത് ഇത്ര വരത്തും കോട്ടം വരുത്താതൊക്കെ വേണം ഞങ്ങൾ പരിപാലിച്ച് തന്നിട്ടുണ്ട്. ഇനിയും നേർവഴിയായിട്ട് നടക്കേണ്ട കൈവല്യങ്ങൾ വയനാടിക്കാരും തറവാട്ടിൻ്റെതായ ബന്ധങ്ങളുണ്ട് ഇളവുമര അഭിമാനം കുറയാതൊക്കെ വേണം എന്നും പരിപാലിച്ചു അവട്ടകളെ അഭിമാനം തന്നല്ലോ. 870 വയനാടത്തോളം ചെറുതാതെ മണ്ണമുഴപ്പൻ ജനിക്കേണ്ട വനാലപ്പം സംബന്ധിച്ച പ്രകാരം അഭിമാനത്തെ തന്നുള്ള
ശ്രീവടക്കുംനാഥ ശംഭോ തൃശിവ പേരൂരിൻ നാഥനാം ശംഭോ ശ്രീവടക്കുംനാഥ ശംഭോ തൃശിവ പേരൂരിൻ നാഥനാം ശംഭോ ശൈലേന്ദ്രപുത്രിയാം ഗിരിജാപതേ നിന്റെ വരദാന സായുജ്യം നേടാൻ പുഷ്പാഞ്ജലി നേർന്നു നിൽക്കയാണിന്നു ഞാൻ ശൈലേന്ദ്രപുത്രിയാം ഗിരിജാപതേ നിന്റെ വരദാന സായുജ്യം നേടാൻ പുഷ്പാഞ്ജലി നേർന്നു നിൽക്കയാണിന്നു ഞാൻ ശ്രീവടക്കുംനാഥ ശംഭോ തൃശിവ പേരൂരിൻ നാഥനാം ശംഭോ പുരിയാകെ പൂരത്തിൻ പ്രഭ നിറയും ഇലഞ്ഞിത്തറമേളം തിരതല്ലി ഒഴുകുമ്പോൾ ഇടനെഞ്ചിൽ വിരിയുന്നു രുദ്രനാമം ഓം നമഃ ശിവായ പൂരം കൊടിയേറി ഉണരുന്ന ഭഗവാന്റെ പുരിയാകെ പൂരത്തിൻ പ്രഭ നിറയും ഇലഞ്ഞിത്തറമേളം തിരതല്ലി ഒഴുകുമ്പോൾ ഇടനെഞ്ചിൽ വിരിയുന്നു രുദ്രനാമം തിരുവമ്പാടി കൃഷ്ണനുള്ളം തെളിയുമ്പോൾ പാറമേക്കാവമ്മയ്ക്കും പൂരമല്ലോ തിരുവമ്പാടി കൃഷ്ണനുള്ളം തെളിയുമ്പോൾ പാറമേക്കാവമ്മയ്ക്കും പൂരമല്ലോ ശ്രീവടക്കുംനാഥ ശംഭോ തൃശിവ പേരൂരിൻ നാഥനാം ശംഭോ ശിവശക്തി പുണ്യത്തിൽ ശിവഗംഗ തന്നിലും ക്ഷേത്രാങ്കണത്തിലും പഞ്ചാക്ഷരി ശാന്തിയും വിശുദ്ധിയും ഭക്തിയും ഹൃദയത്തിൽ നിറയുവാൻ ധ്യാനിച്ചു നിൽക്കേ ശിവശക്തി പുണ്യത്തിൽ ശിവഗംഗ തന്നിലും ക്ഷേത്രാങ്കണത്തിലും പഞ്ചാക്ഷരി ശാന്തിയും വിശുദ്ധിയും ഭക്തിയും ഹൃദയത്തിൽ നിറയുവാൻ ധ്യാനിച്ചു നിൽക്കേ ശ്രുതജനപാലകനാകും മഹേശനൻ നരജന്മപാലകനായി ശ്രുതജനപാലകനാകും മഹേശനൻ നരജന്മപാലകനായി ശ്രീവടക്കുംനാഥ ശംഭോ തൃശിവ പേരൂരിൻ നാഥനാം ശംഭോ ശൈലേന്ദ്രപുത്രിയാം ഗിരിജാപതേ നിന്റെ വരദാന സായുജ്യം നേടാൻ പുഷ്പാഞ്ജലി നേർന്നു നിൽക്കയാണിന്നു ഞാൻ ശ്രീവടക്കുംനാഥ
ശിവപേരൂരിൻ നാഥനാ ശംഭോ. എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. തിരുവേഗപ്പുറവാഴും തിരുനീലകണ്ഠാനി വരദാന പ്രിയനല്ലയോ. പാപഹരമാകും രാമേശ്വരത്തു ഞാൻ ചെല്ലുമ്പോൾ ഹരഹര പ്രിയനാണു നീ. തിരുവേഗപ്പുറവാഴും തിരുനീലകണ്ഠാനി വരദാന പ്രിയനല്ലയോ. പാപഹരമാകും രാമേശ്വരത്തു ഞാൻ ചെല്ലുമ്പോൾ ഹരഹര പ്രിയനാണു നീ. സാരം നീ തിരുമുല്ലപ്പള്ളിയിൽ ത്രിപുരാന്തകൻ തന്നെയോ. കരുണതൻ സാരം നീ തിരുമുല്ലപ്പള്ളിയിൽ ത്രിപുരാന്തകൻ തന്നെയോ. ഗുരുവായൂരെത്തുമ്പോൾ മമ്മിയൂരപ്പനായി, ഗുരുവായൂരെത്തുമ്പോൾ മമ്മിയൂരപ്പനായി മുരഹര
അവനെ കണ്ടുടനെ കരിമരം മുകളിലേറി കരിവേല മൂർക്കൻ വന്ന് മാർവിലെ കടിച്ച നേരം അപ്പോൾ അഗ്നികുണ്ണത്തിലായി മായയിലെ പുറപ്പെട്ടപ്പോൾ വയനാട് പൂണ്ട് കരിവിന കന്നീരാസി വാഴും ചെയ്യും മൂർത്തികാമോപയോമായി അന്ന് തൊട്ടുന്നയോളം അപ്രവജയം ഭരിച്ച് മേനല്ല കത്തികനാളിയെന്നും विभूषण हेकार प्रिय ईश शिवा गौरसलालित अन्तकनाशन गौरी समेत गिरीश शिवा अम्बरवास चिदम्बर नायक तुम्बुरु नारद सेव्य शिवा आहार प्रिय अष्टदिगीश्वर योगी हृदि प्रिय वास शिवा
ഈ ദിവസന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ ഭക്തമാനസങ്ങളെയും ആദരവോടെ ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഏതാനും സമയത്തിനുള്ളിൽ ശ്രീ വയനാട്ടുകൾ ഉത്സവത്തിന്റെ സുപ്രധാന ചടങ്ങുകളുമായ ഒത്തുതൽ ചടങ്ങ് അത് കാണുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കൂടിയ പ്രൗഢികൾക്ക് അനുസരിക്കുവാനുള്ള സമയം അഭ്യർത്ഥിക്കുകയാണ്. വളരെ നേരത്തെ ഒരുക്കി കൊടുക്കുക. വലക്കേഴ്സിന്റെ നിർദ്ദേശങ്ങളെല്ലാം കർശനമായി പാലിച്ച് ശ്രീ വയനാട്ടുകളിലും തെയ്യമിട്ട് മഹോത്സവം വൻ വിജയമാക്കി തീർക്കണമെന്നും സജ്ജനങ്ങളാണ്. മൊബൈൽ ക്യാമറയിലോ വീഡിയോ ക്യാമറയിലോ പകർത്തുവാൻ പാടുള്ളതല്ല. എവിടുന്ന് അറിയിപ്പ് നൽകുമ്പോൾ ഒരു കാരണവശാലും ഭക്തജനങ്ങൾ ക്യാമറകൾ പ്രവർത്തിക്കരുത്. പ്രിയപ്പെട്ടവരെ, ഈ സൗണ്ട് സിസ്റ്റത്തിന് സമീപത്ത് നിൽക്കുന്ന സുഹൃത്തുക്കൾ അല്പം പുറകോട്ട് മാറുന്നത് സഹകരിക്കണമെന്ന് അറിയിക്കുകയാണ്. ഒരപകടത്തെ ക്ഷണിച്ചു വരുത്താതെ നിർബന്ധമായും അല്പം പുറകോട്ട് മാറുന്നത് സഹകരിക്കും.
ഈ ചടങ്ങ് എല്ലാ ഭക്തജനങ്ങൾക്കും നല്ല രീതിയിൽ കാണുവാനുള്ള സൗകര്യങ്ങൾ ഇവിടെ കൂടി നിങ്ങൾ ഓരോരുത്തരും ഒരുക്കി കൊടുക്കണമെന്ന് അറിയിക്കുന്നു. എല്ലാവരും ഇരുന്ന് സഹകരിക്കണമെന്ന് ഒരിക്കൽ കൂടി ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. ചടങ്ങ് നടക്കും. शम्भो शङ्कर गौरीशा चन्द्रकलाधर परमेशा एन्नुं तव तिरुपादं तोळुवान् तरणे भाग्यं जगदीशा शम्भो शङ्कर गौरीशा चन्द्रकलाधर परमेशा एन्नुं तव तिरुपादं तोळुवान् तरणे भाग्यं जगदीशा मृत्युञ्जय शिव गौरीशा त्रिशूलधारि महादेवा मृत्युञ्जय शिव गौरीशा त्रिशूलधारि महादेवा തൃക്കൺ പാർക്കണമടിയങ്ങളിനിൻ തൃച്ചേവടിയിൽ ചേർക്കേണേ തൃക്കൺ പാർക്കണമടിയങ്ങളിനിൻ തൃച്ചേവടിയിൽ ചേർക്കേണേ തൃച്ചേവടിയിൽ ചേർക്കേണേ ശംഭോ ശങ്കര ഗൗരീശാ ചന്ദ്രകലാധര പരമേശാ എന്നും തവ തിരുപാദം തൊഴുവാൻ തരണേ ഭാഗ്യം ജഗദീശാ नागविभूषण नटराजा नरकविनाशन शिव शम्भो नागविभूषण नटराजा नरकविनाशन शिव शम्भो നരനായി വന്നു ഭവിച്ചൊരു ജന്മം തിരുനാമങ്ങൾ ജപിക്കാനായി നരനായി വന്നു ഭവിച്ചൊരു ജന്മം തിരുനാമങ്ങൾ ജപിക്കാനായി തിരുനാമങ്ങൾ ജപിക്കാനായി ശംഭോ ശങ്കര ഗൗരീശാ ചന്ദ്രകലാധര പരമേശാ എന്നും തവ തിരുപാദം തൊഴുവാൻ തരണേ ഭാഗ്യം ജഗദീശാ
शिवोऽहं शिवोऽहम् न पुण्यं न पापं न सौख्यं न दुःखं न मन्त्रो न तीर्थं न वेदा न यज्ञः अहं भोजनं नैव भोज्यं न भोक्तः चिदानन्दरूपः शिवोऽहं शिवोऽहम् शिवोऽहम्
ഫോട്ടോഗ്രാഫേഴ്സിൻ്റെ പ്രത്യേക ശ്രദ്ധയിലേക്ക് നിങ്ങൾ തന്നെയാണ് ഇതുപോലുള്ള ഇടങ്ങളിലും ഒക്കെ
പടിഞ്ഞാറും വട്ടത്തമ്മയും പാടിക്കുറ്റയും വൈത്തൂർക്കാലിയാലും സോമേശ്വരിയും അനുകൂലം കൊണ്ട് ചേതത്തെ ജയിച്ചു വെക്കണേ എൻ്റെ കുണ്ടൻകുടിയപ്പ എൻ്റെ അടൂർദേവ മധൂരദേവ കാവലിദേവ കണ്ണിപുരത്തുദേവ ഓരങ്കുളത്ത് സ്ഥാപിക്കുമാണ് ഭൂമാല അനന്തപുരത്ത് പെരുമാൾ നാങ്കുടി ദേവന്മാർ യുഗർഭൂതങ്ങളും അങ്ങനെ കാലകുലത്തിങ്കൽ എൻ്റെ കുണ്ടൻകുഴിയപ്പൻ്റെ അനുകൂലത്തിങ്കൽ നിന്നുകൊണ്ട് കുമ്പ്രായി 300-നകത്ത് കാർന്നോൻ മനുഷ്യങ്ങളെ ആണല്ലോ കാർന്നോൻ ചീർമ്പ. അതുകൊണ്ട് ആർക്കും തടുക്കാൻ അസാധ്യമായിരിക്കുന്ന ശക്തിസ്വരൂപിണിയായിരിക്കുന്ന മാതാവാണ് കാർന്നോൻ മനുഷ്യങ്ങളെ അതുകൊണ്ട് എൻ്റെ പിന്നീടാങ്ങളോട് തന്നെ അതുകൊണ്ട് എങ്ങനെ അവന്ന് നിൽക്കുവത്തിന് എടുത്തിരിക്കുന്ന വട്ടങ്ങിട്ടിരിക്കുന്ന ഗജങ്ങളുണ്ടോ കൊടുക്കപ്പെടാ ആത്മവേദമായിട്ട് എൻ്റെ അമീതറവാട് ആധാരമായിട്ട് പൂർവ്വകാലത്തിങ്കൽ ദേവന്റെ അടുത്ത് നിന്ന അവസരം തന്നെ ഏവരും അതുകൊണ്ട് ആഗ്രഹിച്ചതെല്ലാം സാധിച്ചു കൊടുക്കുന്ന ദേവനാണല്ലോ. 8 സ്വർഗത്തിന് മുമ്പ് കവയനാട് സ്വരൂപം സ്വരൂപനാഥൻ കുണ്ടൻകുഴിയപ്പൻ എനിക്കെന്റെ ശ്രീമഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ ലേഖർന്നൻ ഇല്ലെങ്കിൽ ഇന്ന് ഈ കന്യരാശി ഉണ്ടാവട്ടോ. ആഗ്രഹമില്ലെങ്കിൽ ഉണ്ടാവട്ടോ. ദേവന്മാരെ നിങ്ങൾ ആഗ്രഹിച്ചെടുത്ത് ദേവൻ നിന്നോ? എങ്ങനെ വിശ്വസിക്കാവോ? ദേവനാ വിശ്വസിക്കാവോ? എങ്ങനെ ദേവനെ വിളിച്ചിനോടവന്മാരെ ഇവിടക്കിന് ഉത്തരം വേണ്ടേ? അതുകൊണ്ട് എന്റെ അമ്മയിത്തറവാടാധാരമായിട്ട് പൂർവ്വകാലത്തിങ്കലെ അഭിമാനം ഉണ്ടായിരുന്നു എന്റെ നക്കരടവന്മാർക്ക്. നീർ പിടിച്ച് നടത്തുന്ന ദേവൻ തന്നെ 8 സ്വരൂപത്തിന് മുമ്പ് കവയനാട് സ്വരൂപം സർവനാഥൻ കുണ്ടൻകുഴിയപ്പൻ എനിക്കെന്റെ ശ്രീമഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ ദ്രോണന്മാരെ. അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ കണ്ടുവല്ലേ? ഇവരെ കണ്ടുവല്ലോ. ഇങ്ങനെ കൊടിയോടെ കുത്തിയിട്ടിട്ടുണ്ടല്ലോ. എൻ്റെ കതിരാശിയും ഭേദമായിട്ട് ഒന്നിനൊരു കുറവ് വരുത്തില്ല. അതുകൊണ്ട് അങ്ങനെ കൊട്ടാരാമ അപ്പോൾ ഒളിങ്ങാൻ ചോദിക്കൂ എല്ലാം 8-ലത്തോ എങ്ങനെ ഗംഗാരാ. അതുകൊണ്ട് അനീഷേ കണ്ണാ ഇഞ്ചിക്കണ്ണാ ഇന്ന് മുമ്പട്ടം വന്നേൻ. അതുകൊണ്ട് വാമന. അതുകൊണ്ട് ഗിരീഷ എവിടെ തന്നെ ഉമേഷ. അതുകൊണ്ട് 8-ലത്തോ 8 സ്വരൂപത്തിനും കവയനാട് സ്വരൂപം തിരുവനാഥൻ കുണ്ടൻകുഴിയപ്പൻ എനിക്കെന്റെ ശ്രീമഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ അങ്ങനെ ഉഞ്ഞിക്കണ്ണ ഉഞ്ഞിക്കണ്ണനും ഇത് ആഗ്രഹിച്ചതല്ല. ആണോ ഉഞ്ഞിക്കണ്ണ? ആഗ്രഹിച്ചിട്ട് കൊതിച്ചിട്ട് നിന്ന കാലം ഉണ്ടായിരിക്കട്ടോ. അതുകൊണ്ട് വിധിച്ചത് തെറ്റോ അങ്ങനെ ഇല്ലങ്ങാനാ കൊതിച്ചത് കിട്ടുമോ? അതുകൊണ്ട് ശശി അതുകൊണ്ട് രജാ എവിടെ തന്നെ 8-ലത്തോട് തന്നെ വിശ്വസിക്കാതെ ദേവനെ കാണി പോലും കറുപ്പ് കാണാത്തതായ ദേവനാണല്ലോ അല്ലേ. എൻ്റെ വാലെ തൊട്ട് വലിയ കൂടിയല്ലേ. അതുകൊണ്ട് ഏവരും വേണം എൻ്റെ ഇടപെടന്മാരെ ആഗ്രഹിച്ചത് കൊണ്ട് അങ്ങനെ നടത്താൻ പറ്റുമോ? ഈ ദേവന സാധിക്കുക? എൻ്റെ ഇടപെടന്മാർക്ക് മാത്രം സാധിക്കുമോ ഈ ദേവനെ കാണാൻ? സാധിക്കുക ഇടപെടന്മാരെ സാധിക്കുക? അതുകൊണ്ട് ബ്രാഹ്മണൻ മുതൽ ചണ്ണാളം വരെ കൂടെ കൂട്ടിയ ദേവനാണ്. വയനാട്ടിൽ നിന്ന് മലനാട്ടിൽ കയ്യെടുക്കുന്നത് കണ്ടിട്ട് പുത്തമ്പള്ളി കടകംപള്ളി കൊല്ലത്തിൽക്കൂടി കോട്ടവാതിക്കണ്ണ നെജന്മർപ്പണിക്ക തുമിരിക്കല്ലാടി ചെങ്ങാതി മുരിക്കഞ്ചി തുടവൻ മുണ്ടയാട് മാവില മറ്റോടൻ ഇങ്ങനെ അനേകം മത്സരത്തിന് എല്ലാം ഒത്തുരാശികൾ നിർത്തിക്കൊണ്ട് കൈയെടുത്ത ദേവനാണ്. അതുകൊണ്ടാണല്ലോ നഞ്ചിൻ നായാട്ടും ഒക്കതിനാലും അനുഭവിച്ച ദേവൻ തന്നെ അഭിമാനത്തെ പൊഴിച്ച ദേവൻ. അതുകൊണ്ട് വിശ്വസിക്കണം ഈ ദേവനെ. എന്നാലേ കാര്യസാധ്യം വരൂലേ? നിങ്ങൾക്ക് സാധിക്കുക? ഇതും സാധ്യമാകുമോ അസാധ്യമായി പോകുമോ എന്നിരിക്കുന്ന ഭയമുണ്ടായിനി. കാരണം ഭയത്തെ ദൂരെ നിൽക്കുഞ്ഞിക്കണ സൗഖ്യത്തെ തമ്മിൽ രക്ഷിച്ചോ ദേവൻ. നേരായ വഴിക്ക് തന്നെ നടത്തിച്ചോ. അനേക തടസ്സങ്ങളുണ്ടായി. ഇപ്പോഴും ദുഃഖങ്ങൾ തന്നെയാണ്. കാരണം ദേവൻ ഞങ്ങളെ ദേശി കൊണ്ടുപിടിച്ചിരിക്കുന്ന കാലത്തിലും അനേക ദുഃഖങ്ങളുണ്ട്. എൻ്റെ കന്യരാശി മുൻഭേദമായിട്ട് എൻ്റെ നക്കര ഇടപെടന്മാർക്കും ഇതിൽ അനേകം അർത്ഥക്കുറവുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ തറവാടാധാരമായിട്ടും എല്ലാ ദേവന്മാരും കഞ്ഞി കുടിച്ചിനോ. തറവാട്ടിനകത്തുള്ള കുഞ്ഞിന് എല്ലാ ചൈതന്യങ്ങൾക്കും വിരുന്നൂണ് കൊടുത്തിനോ. ഇല്ല എല്ലാവരും കഞ്ഞി കുടിച്ചതിന് ശേഷം ആണല്ലോ ദേവൻ കഞ്ഞി കുടിക്കേണ്ടത്. ഇല്ല എല്ലാവർക്കും കഞ്ഞി കൊടുത്തോ? എങ്ങനെ മത്സരത്തിങ്കലും കഞ്ഞി കൊടുക്കുന്നുണ്ടോ ദേവൻ? അപ്പോൾ മത്സരത്തിങ്കൽ കഴിയുന്നതായ കഞ്ഞി കൊടുത്തിട്ടുണ്ടല്ലോ. ഒന്നിനും കുറവ് വരുത്തില്ലല്ലോ. എൻ്റെ നക്കരടവന്മാര് തറവാടാധാരമായിട്ട്
അതുകൊണ്ട് എൻ്റെ കാര്യക്കാരനെയും ആ കാലത്ത് ഇങ്ങനെ തന്നെ മറന്നുപോയിനോ? ഇതും എൻ്റെ തെക്കരടവണൻ്റെ ഇത് തന്നെയാണല്ലോ. അതെന്തെങ്കിലും ഇവിടെ കൈവിധി കഴിക്കാണ്ട് കഴിച്ചിട്ട് കഴിഞ്ഞ കൈവിധി കഴിച്ചിട്ട് ഇരുന്ന് കൊണ്ട് പോകണം. അപ്പോൾ അതിൽ തന്നെ അങ്ങോട്ട് വെച്ചിട്ട് നമ്മുടെ കാട്ടിൽ നിന്ന് അങ്ങനെ ഞങ്ങൾ വായിച്ചുകൊണ്ട് എവിടെയാണ് മനുഷ്യങ്ങളെ ഇവിടെ ഇതാക്കിയിട്ട് ഇവിടെ പുള്ളിൻ്റെ കഷ്ടം വെച്ചിട്ട് കൈവിധി കഴിച്ചിട്ട് ഞങ്ങൾ പ്രസവം കൊണ്ട് പോകണം. എവിടത്തേക്കാണ്? അപ്പോൾ തറവാട്ട് ദൈവങ്ങൾ തന്നെ എൻ്റെ ഇടവണന്മാർ തന്നെ അല്ലേ ഈ കാര്യക്കാർ? അല്ല ഈ ദേവനുമായിരുന്നു തറവാട്ട് കുടുംബാധന്മാരുമാർ എൻ്റെ 300 ബില്ലാണോ? അത് നമ്മൾ പറഞ്ഞ് നമ്മൾ സ്വീകരിച്ചു. അങ്ങനെ അങ്ങനെ ചെയ്തു. അത് നമുക്ക് ചെറിയൊരു അതിൻ്റെ കാർന്നൂരും മനുഷ്യങ്ങളും തീരുമാനിച്ചാൽ പോരെ? അത് അങ്ങനെ ഇതെങ്ങനെ അത് മാറ്റം വന്നത്? അത് മാറ്റം ഒരു രാത്രി കേൾക്കുമ്പോൾ രാത്രി അങ്ങനെ പറഞ്ഞു. അങ്ങനെ അതങ്ങനെ പൂർവ്വകാലത്ത് എങ്ങനെയാണ് നടന്നത്? പൂർവ്വകാലത്തില്ലെങ്കിൽ ഞങ്ങൾ ആടാണ് ചെയ്യുന്നത്. അതിന് പറഞ്ഞങ്ങനെ അന്നേ തറവാട്ട ബന്ധമാണ് ഈ തറവാടെന്ന് കണ്ടത്. അപ്പോൾ ആ തറവാട്ടിൽ എങ്ങനെ ചെയ്യുന്നത് അതുപോലെ ഇത് ചെയ്യണമെന്ന് കണ്ടതാണ്. അപ്പോൾ ആ തറവാട്ട രീതി പറയുമ്പോഴാണ് ഇത് ചില അർത്ഥങ്ങളെല്ലാം നമ്മളെ ഭാഗത്ത് വന്നു ഞങ്ങൾ പറയുമ്പോൾ അതിന് പിന്നെ ഞമ്മ ഇതൊന്നും തറവാട്ടിൽ ആരാണ് ചെയ്യുന്നത്? അത് ഞങ്ങൾ ഇട്ടില്ല ചെയ്യുന്നത്. അതേപോലെ ഇവിടെയും വേണം. ആ ദേവനെ ഇവർക്ക് പറഞ്ഞു മുടിയപ്പൻ്റെതായ അല്ലേ ദീപവും തിരിയും ആരാന്ന് മറച്ചിട്ടത്? വേറെ ആർക്കും മറച്ചിടാൻ പറ്റുമത്? അതുകൊണ്ട് എങ്ങനെ എൻ്റെ മധുരദേവൻ്റെതായ അല്ലെ വേനിയും പെണ്ണാരും കുടിയേറ്റമുണ്ടായി. ആ കാലത്തുള്ള ദുഃഖങ്ങളായിരിക്കാം എന്ന് പറഞ്ഞു അല്ലേ? അങ്ങനെ ഇവിടെ എൻ്റെ കാര്യക്കാരനാണ് എല്ലാം മറിച്ചിട്ട്. അത് ബൾബ് അങ്ങനെ അത് പുറമ കട്ടൻ്റെ ബൾബിൻ്റെ പുറമ ബൾബ്. അതുകൊണ്ട് ആ ദുരിതത്തെ നിൽക്കണം. പൂർവ്വകാലത്ത് എങ്ങനെ നടന്നു അതുപോലെ നടക്കണം. സാധിക്കൂലേ? നടക്കുമല്ലോ. അതുപോലെ തന്നെ ചെയ്യണം. ഇവിടെ നാന്ന് ഈ ദേവൻ കൈയെടുത്ത് തന്നെ ഇവിടെ നാന്ന് വെച്ചിക്കണ ഇവിടെ നാന്ന് ഇടപെടന്മാരെ ഈ ദേവനെ നിങ്ങൾ കൊണ്ടുവന്ന് ഇവിടുന്ന് ഇവിടെ നാന്ന് ആഗ്രഹിച്ചത് നിങ്ങൾ എന്റെ നക്കര കുഴിഞ്ഞ മുൻപേതമായിട്ട് അമയ തറവാടുന്നാന്നല്ലോ പൂർവ്വകാലത്തിങ്കല് എന്റെ നക്കരവടവണ്ണന്മാർക്ക് അഭിമാന്യമായിട്ട് മുൻകരുവായിട്ട് ഒരു സിംഹാസനം തന്നെ ഉണ്ടാക്കി തന്നെ ഇവിടെ അല്ലേ? തറവാട്ടിനകത്തും ഉണ്ട് സിംഹാസനം. അതുകൊണ്ട് വീർനാളവൻ നിന്നിരിക്കുന്ന വലുതായിരിക്കുന്ന ഒരു ചൈതന്യമുണ്ടല്ലോ അല്ലേ ഇല്ലേ നക്കരവടവന്മാരെ? അതുകൊണ്ട് അങ്ങനെ ഇരിക്കുന്ന ചൈതന്യത്തിന് ഭംഗം വരുത്തിയിട്ടുള്ള ഇത്ര വരക്കും നിങ്ങൾ തന്നെ നിങ്ങൾ ആഗ്രഹിച്ച കുഞ്ഞിരാങ്ങൾ തന്നെ അല്ലേ? എൻ്റെ ഇടവാണന്മാരുടെ അനുകൂലം തന്നെ പൂർവ്വകാലത്ത് മറഞ്ഞു പോയിരിക്കുന്ന ഗുരുവിൻ്റെ ഒരു ഭാഗ്യമാണല്ലോ അത് ലഭിച്ചത് ഇല്ലേ? കാരണം അതുകൊണ്ട് പൂർവ്വകാലത്തിൽ എൻ്റെ നെക്കര തറവാട് ആധാരമായിട്ട് ഏത് പ്രകാശത്തിനെ ചെയ്യുന്നു അതേ പ്രകാശത്തിനെ തന്നെ എൻ്റെ നെക്കര കന്യരാശിവൻ ഭേദമായിട്ടും പൂർവ്വകാലം അതേ രീതിയിൽ നടത്തും. എന്നാൽ ഈ കുറവ് ഇനി ഒരു കുറവുകളും ഉണ്ടാവില്ല. പോരെ? അങ്ങനെ ആയി തീർത്താൽ മതിയല്ലോ. ഈ ദേവൻ്റെ അനുകൂലം അത് പുത്തരിക്കും ഇവിടെ കൈവിധി കഴിക്കുമ്പോൾ നമ്മൾ എട്ടില്ലെന്ന് ചെയ്യുന്നത് എട്ടില ചെയ്യുന്നതാണ്. ഈ മഹാദേവന്റെ മഹോത്സവത്തിനാകുമ്പോൾ ഇവർ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനല്ല അതിങ്ങനെ ചെയ്യണമെന്ന് ഞാൻ ഇതിന്റെ തുരി തന്നെ ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വേറിട്ട് ഒരു ദുരിതങ്ങളും ഇല്ല. മധുരദേവനും ദുഃഖമൊന്നുമില്ല. അതുകൊണ്ട് ഇത് ഇനി നടക്കുന്ന കാലത്ത് ഇത് നേർവഴിയാക്കിയാൽ ഇനിയുള്ള കർമ്മം തീരും വരും. അതിൽ വിഘ്നം വരുത്തുക പോരെ? അഭിമാന്യമായിട്ട് നടത്തി സ്വർണ്ണമുഖളമായിട്ട് പിരിയേണ്ട അനുകൂലം ഉണ്ടാക്കി തരും. മതിയല്ലോ. അതുകൊണ്ട് ഇപ്പോഴത്തെങ്കിൽ അതുകൊണ്ട് വേറിട്ട് ദിക്കുമുഖത്ത് എടുത്തിരിക്കുന്ന അത്രയെങ്കിലും ഉണ്ടായിരിക്കാം. അതുകൊണ്ട് നെക്കര ഇടവണൻ അല്ലേ? വിളമ്പൽ ഇടവണൻ, കടലിടവണൻ അല്ലേ? കുമ്പ്രായി ഇടവണൻ. അതുകൊണ്ട് ചേക്കനക്കോടി ഇടവണൻ, കനക്കനക്കോടി ഇടവണൻ അല്ലേ? ഇടവണന്മാരോടും അകുമ്പടിമാരോടും അതുകൊണ്ട് 3000 അകുമ്പടി അതുകൊണ്ട് എന്തെങ്കിലും മുടിക്കുന്ന മുടിയെത്തില്ല എന്നത് വേണ്ട. അതുകൊണ്ട് എല്ലാവരും ഒന്നും മൊഴിയെടുത്ത് വിശേഷിച്ച് വെച്ച് കഞ്ഞി കുട്ടിക്കാറില്ല. അതുകൊണ്ട് ഉരാമാരുണ്ടോ ഇല്ലേ? നെല്ലിത്തല ഉരാമ, പൊട്ടിപ്പലം ഉരാമ, ചാത്തപ്പാട് ഉരാമ, പൈരത്ത് ഉരാമ. അതുകൊണ്ട് ഇങ്ങനെ 4 വെട്ട് ഉരാമാരി, മക്കാക്കോട്ട് ഉരാമ, അതുകൊണ്ട് നെച്ചര ഉരാമ, അതുകൊണ്ട് മുണ്ടോട്ട് ഉരാമ, അതുകൊണ്ട് കല്ലോട്ട്, കണ്ണോട്ട്, കാപ്പാട്, മുഴുവനൂർ, ഓടങ്ങര, മാടങ്ങര, കുമ്മനാട്, കരിത്തല, എടക്കാവ്, പൂങ്കാവ്, അതുകൊണ്ട് അയ്മ്പാടിക്കരം, ചെത്തിയാർക്കിരം, പനിയാർക്കിരം, പുളിയാർക്കിരം, നന്ദാർക്കിരം, കൊട്ടാർക്കിരം, ഓടങ്കര, മാടങ്ങര, കുമ്മനാട്, കരില, എടക്കാവ്, ഇങ്ങനെ 6 ജില്ലത്തിൽ ഊരാമാരോട് തന്നെ 6. അതുകൊണ്ട് ഇപ്പോഴത്തേക്ക് 9-ലുണ്ടോ? ഒരുപാട് കണ്ണങ്ങത്താൽ 36 പുലിയങ്ങാലി, പട്ടോടിയും പഴമയും അല്ലേ? നഗരമുണ്ടോ? കർത്താക്കന്മാരുണ്ടോ? വിശ്വർമാവുണ്ടോ? ആണ്ടൂർനായിമാരുണ്ടോ? അങ്ങനെ 48 ഉണ്ടോ? അതുകൊണ്ട് എൻ്റെ വെള്ളിച്ചയും കൂടി ഉണ്ടോ? അതുകൊണ്ട് നക്ഷത്രാധികൾ ഭൂമിപുത്രന്മാർ
ദേവരോട് തന്നെ മാടായി നഗരമുണ്ടോ അതുകൊണ്ട് ദേവരോട് തന്നെ പള്ളി അറിയും വേദങ്ങൾ കൂടാണ്ടിട്ടൊക്കെ കൊണ്ട് അഭിമാനമായിട്ട് നടക്കേണ്ട കൈവല്യം സിംഹാദേവൻ തിരുവടിയുടെ എന്നതിനാൽ ആദിപറമ്പൻ അടിച്ചു കൊടുത്തിരിക്കുന്ന ഭാഗ്യമുണ്ടല്ലോ. അതുകൊണ്ട് കാരണം നെക്കര സർവാധാരമായിട്ട് കന്നിരാശി മുൻവേദമായിട്ട് ചങ്ങാതിക്കും എനിക്കും ഒരു ദിവസത്തെ വായുമന്ത്രത്തിന് തക്കവണ്ണം കൊണ്ട് പിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കൊലയോടെ കുത്തി ഇട്ടുള്ളോ എൻ്റെ കന്നിരാശി മുൻവേദമായിട്ട്. അതുകൊണ്ട് ചങ്ങാതി കഞ്ഞി കുടിച്ചത് പോലെ ഞാനും മുന്നിൽ കഞ്ഞി കുടിക്കണം. അതിനുശേഷം കഞ്ഞിക്കൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഇടവണൻ ഇടവണന്മാരെ കഞ്ഞിക്കൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ ഞാൻ അല്ലേ. അതുകൊണ്ട് ഞാൻ കഞ്ഞി കുടിച്ചതുപോലെ നിങ്ങളൊന്ന് കഞ്ഞി കുടിക്കണം. ഉപ്പും കഞ്ഞി എന്ന പ്രകാരത്തിന് വേണം. അതിന്റെ ശേഷം 4 നാഴിക ഇരുന്ന് പറയാൽ അതല്ലേ നല്ലത് ലേടവണന്മാരെ ദേശി അതല്ലേ നല്ലത്. അതുകൊണ്ട് അനീഷേ ഇരുന്ന് പറയാൻ നമുക്ക് എൻ്റെ എഴുകണ്ണമത്തെ പാടാർത്ഥിന് എല്ലാവരും സ്ഥലവനാകുന്ന ദീപത്തെക്കോട് തരത്താനക ശ്രീകൈലാസം വലം വെച്ചെൻ്റെ കഞ്ഞിരാശിക്ക് പൊരുത്തിയതിന് ശേഷം അകലെ കുട്ടി കയ്യാദികളും ഒരു പോക്കെങ്കിലും ഉറപ്പിക്കാറോ അതല്ലേ നല്ലതില്ലേ. കാരണം വിളിക്കണ അതുകൊണ്ട് ഇപ്പോഴത്തെങ്കിൽ ഇങ്ങനെ മനുഷ്യങ്ങളെ യഥാവെങ്കിൽ അറിഞ്ഞിരിക്കുന്ന പൊരുളോ അല്ല കോടതി കയറുന്ന കാലത്തോ മഹാവ്യാധി വരുന്ന കാലത്തോ അല്ല ഈ പുണ്യഭൂമിയെല്ലാം നിലനിർത്താൻ വേണ്ടിയിട്ടോ എങ്ങനെയാവുന്ന് വിളിച്ചത് ദേവനെ? എങ്ങനെ കേടവന്മാരെ എങ്ങനെയാന്ന് ദേവനെ വിളിച്ചത്? അപ്പോൾ അമ്മാവനും പിന്നെ മണ്ണെണ്ണ പറഞ്ഞിട്ടുണ്ട് കൂടിയായെങ്കിൽ കഞ്ഞി കൊടുക്കാൻ സാധിച്ചത്. അപ്പോൾ അത് സാധിച്ചില്ല. വീട് കെട്ടി കൂടിയാൻ കഴിഞ്ഞില്ല. അപ്പോൾ ആ പ്രാർത്ഥന ഇങ്ങനെ ഉണ്ടായി. അപ്പോൾ അവിടെ പ്രശ്നം വെക്കുമ്പോൾ ഇങ്ങനെ കണ്ടുകൊണ്ട് അതുകൊണ്ട് എൻ്റെ ചക്രവർത്തിമാർ പൂർവ്വഗുരു ആഗ്രഹിച്ചിരുന്ന കാര്യം അതുകൊണ്ട് ആഗ്രഹ പൂർത്തീകരണം അസാധ്യമായി ചക്രവർത്തിമാരെ. അതുകൊണ്ട് എന്നാലും വിളിച്ചല്ലോ ദേവന. ദേവൻ എത്ര കാലം കഴിഞ്ഞാൽ അത് മറക്കാൻ പറ്റുമോ? പല കാര്യത്തിലും അബദ്ധത്തിലും ദേവനെ വിളിച്ചാലും അത് കൊടുക്കേണ്ടത് തന്നെ. അതുകൊണ്ട് എങ്ങനെ ചക്രവർത്തിമാരെ ഇപ്പൊ കൊട്ടാരം എത്രയുണ്ട് അല്ലേ? കാരണം അതിനേക്കാളും അല്ലേ മഹത്രമേറിയിരിക്കുന്ന കൊട്ടാരം എത്ര ഉണ്ടാക്കി കൊടുത്തിന് എന്റെ ചക്രവർത്തിമാർക്ക് ഇല്ലേടെ വേണം ഇല്ല ഉണ്ടാക്കി തന്നില്ല ദേവൻ. അല്ല ഏതാനും കുറവടി വരുത്തിനോ കഞ്ഞുടിക്ക് വരുത്തില്ലല്ലോ. അഭിമാനമായിട്ട് നടക്കേണ്ട അനുകൂലം അനേകം കൊട്ടാരം ഇന്ന് ദേവൻ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഗുരുവിന്റെ സ്മരണയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ മറക്കാൻ പറ്റുമോ ഗുരു? അങ്ങനെയുള്ള ഗുരു ആയിരുന്നു പൂർവ്വകാലത്ത്. ഇല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം സാധ്യമായിട്ടും ഇങ്ങനെ വിളിക്കാനും ഇങ്ങനെ പറയാനും ഈ അഭിമാനം പൂർത്തീകരിക്കാതെ അസാധ്യമായതിൻ്റെ അനുഭവത്തെ കൊടുത്തിട്ട് ഇനിയുള്ള കുഞ്ഞുനാങ്ങൾക്ക് മഹത്തരമേറിയിരിക്കുന്ന നിധി ദേവൻ കൊടുത്തിട്ട് ഇന്ന് കാണേണ്ട മുഹൂർത്തം എന്ന് പറയണം ഇത് കച്ചവടന്മാരെ. അതുകൊണ്ട് കണ്ടുവല്ലോ ദേവനെ അങ്ങനെ കണ്ടാലോ? താടിപോയ കത്തി കണ്ടം മുറിഞ്ഞ വലിയ പൊട്ടൻ തൊപ്പി വെടിക്കച്ചല മുമ്മടിത്തപ്പും 3 പടുവാർത്തയാണ് എനിക്കെൻ്റെ ശ്രീമഹാദേവൻ തിരുപ്പടിയിൽ സമ്മതിച്ചത്. അതിനെ കൊണ്ടാവണമല്ലോ എല്ലാ കൂട്ട് കൈകാരികളും. അതുകൊണ്ട് അനേകം മൊഴിയൊന്നും നിലച്ച് പറഞ്ഞിട്ടില്ല ഇടവണന്മാരെ. അതുകൊണ്ട് ദേവനെ കാണണമെങ്കിലോ 15 നെല്ലും 10 പുതുപ്പണവും ആഗ്രഹിക്കാത്ത ദേവനാണ്. ഒരു ധനവും വേണ്ട ദേവന്. എന്നാലോ ദേവനെ കാണണമെങ്കിലോ അനേക കഠിന പ്രയത്നമുണ്ടല്ലോ. എങ്ങനെ കണ്ടുവാ ദേവനെ? ഇങ്ങനെ ദേവനെ വിളിക്കാൻ പറ്റുമോ? എപ്പോഴും അല്ലേ ദേവനെ വിളിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടും ഭക്തിയോടും ബഹുമാനത്തോടും വിനയത്തോടും കൂടിയിട്ട് തന്നെ ആവണം. ഇല്ലെങ്കിൽ ദേവന്റെ വിളി കേട്ട് പോയാലോ അസാധ്യമായ ദേവനാണത്. അതുകൊണ്ട് ഒരുവനാലും മറിഞ്ഞുകൂടാത്തതായ കാര്യങ്ങളാണ് ഈ ദേവൻ്റെത്. അതുകൊണ്ട് ആഗ്രഹങ്ങളിൽ സബലീകരിച്ചിട്ട് ഐശ്വര്യത്തെ തന്നിട്ട് രക്ഷിച്ച ദേവൻ 8 തമിഴ്നാട് സ്വരൂപം തിരുവനാഥൻ കുണ്ടൻ കൊഴിയപ്പൻ എനിക്കെൻ്റെ ശ്രീമഹാദേവൻ ഇവരുടെ നല്ലതാൽ. അതുകൊണ്ട് തറവാട് ആധാരമായിട്ടും ശക്തി സ്വരൂപിണിയായിരിക്കുന്ന ആ മാതാവ് ഇല്ലേ. അതുകൊണ്ട് അങ്ങനെ വീർനാൾ നിന്നിരിക്കുന്ന ആ ചൈതന്യവും വിഷ്ണുമൂർത്തിയും പുറത്തിയമ്മയും അങ്ങനെ ഇരിക്കുന്ന ചൈതന്യങ്ങൾക്കെല്ലാം ഒരു വിരുന്നോട് കൊടുത്തിട്ടുണ്ട്. അവരെല്ലാം സന്തോഷപ്പെടുത്തിയിട്ടുണ്ട്. ദേവൻ ഇന്ന് മധുരമായിട്ടൊന്ന് കൊണ്ടുപിടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചവർപ്പും പുളിപ്പിനും ഇടവരുത്താണ്ടിരിക്കവണ്ണം ദേവനും മധുരമായിട്ട് എടുത്ത് അനുഭവിക്കണമെന്ന് തന്നെയാണല്ലോ കൈമലർത്തി അപേക്ഷിച്ച് പോരുന്നുള്ളത്. ഏവരും പുത്രാശിക്കുന്നുണ്ടല്ലേ അവനാ. അതുകൊണ്ട് കൈമലർത്തി അപേക്ഷിച്ചെടുക്കുന്ന ഉപേക്ഷ കൂടാണ്ടിരിക്കുന്ന ഉപന്നെടുത്തിട്ട് നേരായ വഴിക്ക് നടക്കേണ്ട കൈമലന്റെ 8 തിരുവത്തിന് മുമ്പ് വയനാട് തിരുവനാഥൻ കൊണ്ടൻ മുഴിയപ്പൻ എനിക്കൻ്റെ ശ്രീമഹാദേവൻ തിരുവടിയുടെ നല്ലതാൽ അനുഭവിക്കട്ടെ ദേവൻ. ഏറെ നക്കര ഇടവണന്മാരെ എവരോട് തന്നെ സന്തോഷം തന്നെയാണല്ലോ. അതുകൊണ്ട് എന്നെപ്പോലെ തന്നെ താടിയും പഴുത്തു പോയി അല്ലേ. വാർദ്ധക്യം ഭവിക്കുന്ന കാലത്ത് അല്ലേ ജനന മരണങ്ങളുണ്ട്.
മനുഷ്യജന്മത്തിൽ ശാശ്വതം തന്നെ. അത്ര വരയ്ക്കും ഇങ്ങനെ നടന്ന് കാണേണ്ട ഭാഗ്യം സിംഹാദേവൻ തിരുവടിയുടെ നല്ല ദേവൻ ഉണ്ടാക്കി തന്നാൽ മതിയല്ലോ ലടവണൻ. അതുകൊണ്ട് അനുഭവിക്കട്ടെ ദേവൻ ഇപ്പോഴത്തെങ്കിൽ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് കഞ്ഞി കുടിക്കണം. കഞ്ഞിക്ക് ഞാനൊരു കറി ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലേ, കുടിക്കോല്ലോ എല്ലാവരും കഞ്ഞി. അതുകൊണ്ട് അനുഭവിക്കുന്ന ദേവൻ. കാട്ടിലെ നീലിമാടം തിനപൂത്തു നിന്നൊരാ നല്ല കാലം. ചുടുഭസ്മം കൊണ്ട് കുറി വരച്ച് എരിതിയിൽ ഇരുകാലുറച്ചു വെച്ച് ശിവനാമ ജപമാല മാറിലിട്ട് തമ്മരേശ്വരി അമ്മ തപസിരുന്നു. പരമേശ്വര നീയല്ലാതാരുണ്ട്, കാണുന്നില്ലേ നീയൻ കണ്ണുനീരിന്നു നീ. സന്താന സൗഭാഗ്യം നൽകിയിടണേ ദേവാ, സങ്കടം തീർക്കണേ ദേവദേവാ. അമ്മതൻ പ്രാർത്ഥന കേട്ടു മഹാദേവൻ, ദിവ്യനെ ഉണ്ണിയായി നൽകി ദേവൻ. ഉണ്ണിക്കു പേരു വിളിച്ചാനല്ലോ ശ്രീവയനാട്ടേഴും കുലവനെന്ന്. കാവിലെ പൊന്മാടത്തിൽ ഉണ്ണി വളർന്നിതു മെല്ലെ മെല്ലെ. വിദ്യകളെല്ലാം പഠിച്ചു നന്നായി, വേദങ്ങൾ 4 ഹൃദിസ്ഥമാക്കി. അക്കാലം മോഹമുദിച്ചു കുലവന്, മലനാട് ചുറ്റി നടന്നു കാണാൻ. അമ്മയോടനുവാദം നേടി ദിവ്യൻ, താതനോടന്നത് ചൊന്ന നേരം